ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിവിടെയൊക്കെ മഴ പിടിച്ചിട്ട് ഒരാഴ്ചയായി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. യാസിന്ന് സ്കൂളിൽ പോയില്ല കേട്ടോ. യാസി വീണിട്ട് കാല് വയ്യാണ്ടായി. അപ്പോൾ ചെറുതായിട്ടൊന്ന് പനി, അതുകൊണ്ട് ഞാൻ വിട്ടില്ല അവനെ സ്കൂളിൽ. അപ്പോൾ രാവിലെ പുട്ടും പപ്പടവും ഉള്ളിക്കറിയാണ് കേട്ടോ. തീയിരിക്കാൻ വിറകില്ലാത്തതുകൊണ്ട് ഗ്യാസിലാണ് അരി അടുപ്പിട്ട് കേട്ടോ. ഉമ്മ അറിയണമെങ്കിൽ എന്നെ കൊല്ലും. പിന്നെ നമുക്ക് കണ്ട് ചാള കിട്ടിയിട്ടുണ്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ തത്തമ്മേനെ കണ്ടോ, ഏകദേശം തത്തമ്മേനെ ഞാൻ മേടിച്ചിട്ട് 3 വർഷമാകുന്നു. എൻ്റെ മോളൊരു ബർത്ത്ഡേക്ക് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. നമുക്കിവിടെ ഭയങ്കര പൂച്ച ശല്യമാണ്. ഇതിനെ പൂച്ച പിടിക്കാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വളർത്തുന്നത്. നമ്മൾ തത്തയ്ക്ക് മെയിനായിട്ടും തീനിയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം കൊടുക്കും കേട്ടോ. മുട്ടായിയാണ് ഭയങ്കര ഇഷ്ടം. പിള്ളേർ മുട്ടായി കഴിക്കുകയാണെങ്കിൽ അപ്പം അതിന് കൊടുത്തില്ലെങ്കിൽ അവിടെ ബഹളമാണെന്ന് കണ്ട് ഞാൻ തിന വെച്ച് കൊടുത്തിട്ട് രാവിലെ കണ്ട് തിന കൊത്തി തിന്നുന്ന ചുണ്ടയിൽ മൊത്തം ആക്കി വെച്ചിരിക്കുകയാണ് തിന. ഇനി ഇത് തിന്നി കഴിഞ്ഞിട്ട് ആ കിണ്ണിയോടെ എടുത്തങ്ങ് കമിഴ്ത്തി അങ്ങ് തട്ടിക്കളയും. അതാണ് സ്വഭാവം. പിന്നെ നമുക്ക് അകത്ത് പൈപ്പില്ല കേട്ടോ. അതുകൊണ്ട് വെളിയിലൊരു പൈപ്പുണ്ട്, ലൈൻ പൈപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. കുടിക്കാനും വേവിക്കാനും നമ്മളെല്ലാത്തിനും ഈ ലൈൻ പൈപ്പിലെ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. അതെടുത്ത് അകത്ത് കൊണ്ടുവരണം. വെള്ളത്തിന് നമ്മളൊരു സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം പോലെ ഇപ്പം നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിലാണ് കുടിക്കാൻ വെള്ളം എടുക്കുന്നത് കേട്ടോ. കുടം ഉണ്ടായിരുന്ന കുടമൊക്കെ ഞാൻ ഇട്ട് പൊട്ടിച്ച് കളഞ്ഞ്. ഒരു ചെറിയ ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും എടുത്ത് വിഴുക്ക് പുരട്ടി മീനും കറി വെച്ച്. ചാളയാണ് കിട്ടിയത്. അന്ന് പുളി വെച്ച്, തേങ്ങയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പുളി വെച്ചിട്ടുണ്ട്. ചാള വറുക്കുകയും കൂടെ ചെയ്തു കേട്ടോ. കറിയിലുള്ള മീനില്ലെങ്കിൽ യാസിക്ക് പൊരിച്ച മീൻ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് അരി വെന്തിട്ടുണ്ട്, ഞാൻ വാർത്ത് വെച്ച്. കുറച്ച് പാത്രങ്ങളുണ്ട്, ആ പാത്രങ്ങളും കൂടെയൊക്കെ കഴുകി വയ്ക്കണം. ഉടനെ തന്നെ വേവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കുറച്ച് പാത്രങ്ങളുള്ള അതും കൂടെ കഴുകി വെച്ചാൽ നമ്മളെ ജോലിയൊക്കെ അങ്ങ് തീരുമല്ലോ. അങ്ങനെ മീനും ഒക്കെ വറുത്ത് മീൻ കറിയൊക്കെ സെറ്റാക്കി. ഞാൻ ഇതുവരെയ്ക്കും കാപ്പി കഴിച്ചില്ല കേട്ടോ. കറിയൊക്കെ വെച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വെളിയിൽ മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴയാണ്, തുണിയൊന്നും കഴുകാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്നാണ്ടേ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഞാൻ മീൻ കറിയും ഒരു മീൻ വറുത്തതും കൂടെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.